കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് വി.എസ്. പിണറായി പക്ഷങ്ങൾ തമ്മിലുള്ള പോര്. ഒരേ സമയം സൈദ്ധാന്തിക സ്വഭാവവും ഒപ്പം രാഷ്ട്രീയ വൈര്യവും നിറഞ്ഞ പോരുകൾ. ആശയസമരം എന്ന് അറിയപ്പെട്ട പോര് 2005 മലപ്പുറം സമ്മേളനത്തോടെയാണ് പൊട്ടിത്തെറിയിൽ എത്തുന്നത്. വി.എസ്. എന്ന പോരാട്ടനായകൻ്റെ വിശ്വസ്ത ശിഷ്യനായി വളർന്ന പിണറായി വിജയൻ ഗുരുവിൻ്റെ പിന്തുണയോടെയാണ് ആദ്യം പാർട്ടി സെക്രട്ടറി ആയതെങ്കിലും പിന്നീട് ഇരുവരും അകലുന്നു. രണ്ടുപേരും താഴേക്കിടയിൽ നിന്ന് വന്ന പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും മാറിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ ഓൾഡ് സ്കൂൾ വേഴ്സസ് ന്യൂ സ്കൂൾ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇരുവരെയും അകറ്റിയതെന്ന് പറഞ്ഞാൽ അത് കള്ളമാകില്ല. ഏറെക്കുറെ പാർട്ടിയിൽ പിണറായി ചേരി ശക്തിപ്പെട്ട അക്കാലത്ത് മുഖ്യമായും അന്തരിച്ച പ്രൊഫസർ എം.എൻ. വിജയൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ വി.എസിനൊപ്പം അണിനിരക്കുന്നതും നാം കണ്ടു. ഒരു വേള കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പ്രത്യക്ഷത്തിൽ രണ്ടിലൊരു ചേരിക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തെന്ന പ്രതീതിയുണ്ടായി. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പിണറായി വിജയൻ ആക്ഷേപിക്കുകയും എടോ ഗോപാലകൃഷ്ണ എന്ന മാതൃഭൂമി പത്രാധിപരെ പേരെടുത്ത് വിളിച്ച് അപഹസിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കുമെതിരെ കടുത്ത നിലപാടാണ് വി.എസ്. എന്നും സ്വീകരിച്ചത്. എന്നാൽ മാറിയ കാലത്തിനനുസൃതമായി ഇവയോടെല്ലാം തുറന്നതും ഉദാരവുമായ സമീപനം മതി എന്ന പാർട്ടിക്കുള്ളിലെ പ്രബല വിഭാഗത്തിൻ്റെ നിലപാട് ഒരിക്കലും വി.എസ്. അംഗീകരിച്ചില്ല. ഈ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി പിണറായി അവതരിപ്പിക്കപ്പെട്ടതോടെ സ്വാഭാവികമായും പാർട്ടിയിലെ ഭിന്നതയുടെ ഇരുഭാഗത്തു നിന്നുമായി പിണറായിയും വി.എസും പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ആശയസമരം എന്ന നിലയിൽ രൂപം കൊണ്ട് ഈ ചെറിയ അഭിപ്രായ വ്യത്യാസം പിന്നീട് സൈദ്ധാന്തിക തലത്തിൽ നിന്ന് മാറി പാർട്ടി പിടിച്ചെടുക്കാനുള്ള തലത്തിലേക്ക് മാറിയതോടെ പോര് പരിധി വിട്ടു. 2001 വി.എസ്. പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയുമായ കാലത്ത് ഈ പോര് പ്രകടമാവുകയും ചെയ്തു. വലിയ ജനകീയ വിഷയങ്ങൾ പാർട്ടി താൽപ്പര്യം മറികടന്ന് വി.എസ്. ഏറ്റെടുത്തു. കേരളത്തിലെ സമരങ്ങളുടെയും ഇടതുപക്ഷ ചേരിയുടെയും ജനകീയ മുഖമായി വി.എസ്. അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഗുണം അദ്ദേഹത്തിനും ലഭിക്കുകയുണ്ടായി. 2006 2011 എല്ലാ എതിർപ്പുകളും മറികടന്ന് സീറ്റ് ലഭിക്കാൻ കാരണമായത് ഈ പിന്തുണ കൊണ്ടായിരുന്നു. നീട്ടിയും കുറുക്കിയും ഹാസ്യം നിറച്ചും എതിരാളികളെ തിരഞ്ഞുപിടിച്ചാക്രമിക്കുന്ന വി.എസിൻ്റെ പ്രസംഗശൈലിക്ക് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ആരാധകരുമുണ്ടായി. വി.എസും പിണറായിയും ഇരുഭാഗത്തുമായി പ്രത്യക്ഷ പോരിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ നടന്ന മലപ്പുറം സമ്മേളനത്തിൽ ഭിന്നതകളെല്ലാം മറനീക്കി പുറത്തു വന്നു. സമ്മേളന കാലയളവിൽ പിണറായിക്കെതിരെ ഒളിയമ്പെയ്തും വി.എസ്. ലെനിനെ പുകഴ്ത്തിയും മാതൃഭൂമി പത്രത്തിൽ അരവും കത്തിയും എന്ന ലേഖനത്തിൽ എം.എൻ. വിജയൻ ലേഖനമെഴുതിയതിനെതിരെ പിണറായി പരസ്യമായി രംഗത്ത് വന്നു. മലപ്പുറം സമ്മേളനത്തിൽ വി.എസ്. പക്ഷക്കാരെയെല്ലാം വെട്ടിനിരത്തി പാർട്ടി സമ്പൂർണ്ണമായി കൈപ്പിടിയിലൊതുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. വീണ്ടും പാർട്ടി സെക്രട്ടറിയായ പിണറായി ദേശാഭിമാനി ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കി വി.എസിനെ തിരിച്ചടിച്ചു. ആ സമയത്ത് വി.എസിന് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളതിനേക്കാൾ പുറത്തു നിന്നുള്ള പിന്തുണയാണ് സഹായകമായത്. വിജയൻ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾ വി.എസിനൊപ്പം നിന്നു. പാഠമാസികയിൽ വി.എസ്. ലെനിനെ പിന്തുണച്ചും പിണറായി ശൈലിയെ വിമർശിച്ചും തുടർച്ചയായി ലേഖനങ്ങൾ വന്നു. ഏറെക്കുറെ CPM-ലെ നയവ്യതിയാനം മാത്രമായിരുന്നു പാഠമാസികയുടെ ഉള്ളടക്കം. തോമസ് ഐസക്കിനെയും M.A. ബേബിയുമെല്ലാം പേരെടുത്ത് നിശിതമായി വിമർശിച്ചു. ബേബിയുടെ പെരസ്ട്രോയിക്ക എന്ന തലക്കെട്ടിൽ ലേഖനവും വരികയുണ്ടായി. 2 പതിറ്റാണ്ടിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിയായി ബേബി ഉയർന്നു നിൽക്കുമ്പോഴാണ് വി.എസ്. ഇപ്പോൾ ഓർമ്മയാകുന്നത്.